ജീവിതത്തോട് സ്നേഹമില്ലാണ്ടായി പോകുമ്പോൾ, ജീവിതം നിറയെ കയ്പ് രസമാണ് എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ, വെറുതെ മധുരം നിറഞ്ഞ ഓർമ്മകളെ ഒന്ന് നുണഞ്ഞു നോക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യര്, അവരുമായി ഒന്നിച്ചു പങ്കിട്ട കാലത്തെ, അവർ വാങ്ങിത്തന്ന ആഹാരത്തെ, സ്നേഹത്തെ ഒക്കെ ഓർക്കണം. മനഃശാസ്ത്ര അറിവുകൾ. മണ്ടത്തരങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാൾ ഉപബോധ മനസ്സിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുഖത്തിൻ്റെ ഇടതുവശം വലതുവശത്തേക്കാൾ കൂടുതൽ പ്രകടമാണ്. ശക്തമായ കുറ്റബോധമുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും നന്നായി മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഒടുവിൽ അവർ ഒറ്റപ്പെടുന്നു. ക്ഷീണിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ സൃഷ്ടിപരമായി പ്രവർത്തിക്കുന്നതാണ്. സ്ത്രീയെ മനസ്സിലാക്കരുത്, സ്നേഹിക്കുക. പുരുഷനെ സ്നേഹിക്കരുത്, മനസ്സിലാക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ വേഗത്തിൽ ഒരു പുരുഷനും കഴിയില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ഇതാണ് അവർ പരസ്പരം അസൂയപ്പെടുന്നത്. ഇതൊരു മനഃശാസ്ത്ര സത്യമാണ്. പുരുഷനെ നല്ലതുപോലെ മനസ്സിലാക്കാൻ വേഗത്തിൽ കഴിയും. മനസ്സിലാക്കാതെ സ്നേഹിച്ചാൽ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സമയമെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കാതെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത്. ഒരു പുരുഷൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ: നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവർ മാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരുടെ ഉള്ളിലുണ്ടാകുന്നു. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക. നിങ്ങൾക്കതിന് സാധിക്കും. ഒരിക്കൽ തുഴഞ്ഞ തോണി അത് മറിഞ്ഞാൽ വീണ്ടും മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ബുദ്ധിമുട്ടുകളുടെയും പരാജയങ്ങളുടെയും സമയങ്ങളിൽ സ്വയം ദയ കാണിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് കൂടുതൽ മാനസിക ക്ഷേമത്തിനും പ്രതിരോധശേഷിയും കാരണമാകുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ ആസ്വദിക്കുന്ന ഹോബി ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു. വ്യക്തവും നേടിയെടുക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ അത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങളിൽ ദിശാബോധവും അതുപോലെ തന്നെ ലക്ഷ്യബോധവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. നമ്മുടെയൊക്കെ മനസ്സിലെ സ്നേഹത്തിന് ഒരു വലിയ കുഴപ്പമുണ്ട്. അതിനെ ഒട്ടും അർഹിക്കാത്ത ഒരിടത്താവും നമ്മൾ അതേറ്റവും കൂടുതൽ പകർന്നു കൊടുത്തിട്ടുണ്ടാവുക. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും സ്നേഹമാകെ വറ്റി വരണ്ട്, സ്നേഹത്താൽ മുറിപ്പെട്ട, സ്നേഹിക്കാൻ തന്നെ ഭയപ്പെടുന്നവർ ആയി മാറിയിട്ടുണ്ടാവും നമ്മളെന്ന് മാത്രം. സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ അർത്ഥമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ആഹാ എന്ത് ഭംഗിയാണ് അവയുടെ വരവ് കാണാൻ. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ കാണാം അവർ കിടന്നടിക്കുന്നത്. നമ്മളതിൻ്റെ വെപ്രാളം കാണുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള 90% പേരുടെയും ജീവിതം ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി, പക്ഷേ എല്ലാവർക്കുമുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ. കുറച്ചു കാര്യങ്ങൾ മാത്രം പറയുകയും എന്നാൽ അതിവേഗത്തിൽ സംസാരിക്കുന്ന ആളുമാണെങ്കിൽ അയാളുടെ മനസ്സിൽ കുറേയധികം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. വളരെയധികം ഉറങ്ങുന്ന ഒരു വ്യക്തി മനസ്സിൽ കുറേയധികം വിഷമങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടുതരം മണ്ടത്തരങ്ങൾ പറഞ്ഞ് ആരെങ്കിലും അധികം ചിരിച്ചാൽ അവർ വല്ലാതെ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ചെറിയ കാര്യങ്ങൾക്ക് ആരെങ്കിലും കരഞ്ഞാൽ അവർ നിഷ്കളങ്കരാണെന്ന് മനസ്സിലാക്കാം.
സാധാരണമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് വളരെയധികം സ്നേഹം ആവശ്യമുണ്ട് എന്നുള്ളത്. നമ്മുടെ കൊച്ചു പൊട്ടക്കിണറ്റിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട്, നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നത്തിലേക്ക് ജീവിച്ചുകൊണ്ട്, നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇറങ്ങുക, ലോകത്തിൻ്റെ വിശാലത കാണുക, നല്ല മുഹൂർത്തങ്ങളിൽ പങ്കാളികളാവുക. നമ്മളുടെ മനസ്സിൻ്റെ താളം മാറും. അതുപോലെ തന്നെ ചിന്തകളും മാറും. പോസിറ്റീവായ ചിന്തകളുണ്ടാകുന്ന വ്യക്തികളായി മാറും. ഒരു സംശയവുമില്ല. സ്നേഹം അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും വീണ്ടും ഒരല്പം സ്നേഹം പോലും കുറയാതെ നമ്മളോട് കൂടുതൽ അടുക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ ഒരാളെ കൂടെ കിട്ടുക എന്നത് അതൊരു ഭാഗ്യം തന്നെയാണ്. വിട്ടുകൊടുക്കലും പിടിച്ചെടുക്കലും അല്ല സ്നേഹം എന്നത് ആരും അറിയാതെ സ്വയം ഉരുകിത്തീരുമ്പോഴും, പരാതിയോ പരിഭവങ്ങളോ കൊണ്ട് വീർപ്പുമുട്ടിക്കുമ്പോഴും, ദേഷ്യം വന്ന് എല്ലാം പറഞ്ഞിട്ടും കുറേ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിളി ഉണ്ട്. ആ ഒരു വിളി വരുമ്പോൾ ആരും അറിയാതെ നമ്മുടെയൊക്കെ ചുണ്ടിൽ വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിക്ക് മഴയുടെ കുളിർ ആയിരിക്കും. മനുഷ്യൻ മനുഷ്യനെ അല്ല വഞ്ചിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളെയാണ് വഞ്ചിക്കുന്നത്. നാം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതിരിക്കുമ്പോഴാണ് നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ അതൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അകലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ സ്വയം തിരിച്ചറിവിനോളം വരില്ല മറ്റൊന്നും. ചിരി ഒരു ടോണിക്കാണ്, ആശ്വാസമാണ്, വേദനയിൽ നിന്നുള്ള മോചനമാണ്. അസാധ്യമായ കാര്യങ്ങൾക്കായി നമുക്ക് പരിശ്രമിക്കാം. സാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ കീഴടക്കിയതാണ്. ചരിത്രത്തിലുടനീളം മഹത്തായ നേട്ടങ്ങൾ നമ്മൾ വളരെയധികം ചിന്തിക്കുകയും വളരെ കുറച്ച് അനുഭവിക്കുകയും ചെയ്യുന്നു. ഏത് ഇഷ്ടലോകത്ത് ഒന്നും ശാശ്വതമല്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ പോലും ആരും വകവെക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കള്ളം പറയണം. കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ ഫോണിൽ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വരുന്ന ആൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്ന്. നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. മനസ്സൊരു കാന്തമാണ്. അതിനോട് അടുക്കുന്നതിനോട് അതും അടുക്കുന്നതാണ്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും കാലിടറിയ പാദങ്ങൾക്കും ഉരുകിത്തീരുന്ന മനസ്സിനും ഇനിയൊരു വിശ്രമം നൽകുക. ഇനി ഒരിക്കലും ഒരാൾക്കും കീഴ്പ്പെടാത്ത തരത്തിൽ പുനർജനിക്കുക. നിങ്ങൾക്കതിന് സാധിക്കും. ഒരിക്കൽ തുഴഞ്ഞ തോണി അത് മറിഞ്ഞാൽ വീണ്ടും അത് മറിയാതെ തുഴയാൻ നിങ്ങൾ പഠിച്ചിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. മനസ്സിലെ വേദന 70% സ്ത്രീകളും നിശബ്ദമായാണ് പ്രകടിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ബ്രെയിൻ വിവരങ്ങളും ചിന്തകളും പ്രോസസ്സ് ചെയ്യുന്നതിൽ പുരുഷന്മാരുടെ ബ്രെയിനിനേക്കാളും വേഗതയുണ്ട്. സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ ഏകദേശം 1 വർഷം അവർ ചെലവഴിക്കുന്നു. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നത് കുറേയേറെ സത്യമാണ്. ജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പുതിയ പല മുഖങ്ങളും അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും മാറ്റം സംഭവിച്ചേക്കാം. അവരുടെ മെസ്സേജോ ഫോൺ കോളുകളോ കണ്ടുമുട്ടലുകളോ ഒന്നും നിങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാതെ വരാം.
പക്ഷേ അപ്പോഴും ആ വ്യക്തിക്ക് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. മാറ്റം വന്നത് നമുക്ക് അവരോടുള്ള സ്നേഹത്തിലാണ്. സ്നേഹം നഷ്ടമാകുമ്പോൾ സ്പെഷ്യൽ എന്ന് കരുതിയ പലരും സാധാരണക്കാരായി മാറിയേക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇയാളെ ഇത്രമേൽ സ്നേഹിച്ചതെന്ന് അത്ഭുതപ്പെട്ടേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.